നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല സുന്ദരിയായിട്ടുള്ളൊരു ഭവനമാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കിത് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പടാരം എന്നുള്ള സ്ഥലത്താണ്. പടാരം മലബാർ ഫ്ലാറ്റിൻ്റെ സമീപത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. കാണുന്നത് പോലെ തന്നെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ അടിപൊളിയാണ്. കളർ തീം ഉൾപ്പെടെ നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് സ്പോട്ട് ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തുകൊണ്ട് നല്ല കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ നമുക്കിതുപോലെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. 3,100 സെൻറ്റ് ലാൻഡിൽ 1,225 സ്ക്വയർ ഫീറ്റിൽ 3 BHK ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യാൻ നോക്കുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെ ലോണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഫ്രണ്ട് എൻട്രൻസ് നമുക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ വീതിയുള്ളൊരു ഫ്രണ്ട് എൻട്രൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വീടിനകത്ത് കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് കിടക്കുന്നത്. അപ്പം പാർക്കിംഗ് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് വരുന്നില്ല. എത്ര വലിയ വണ്ടിയായാലും നമുക്ക് ഫ്രണ്ട് എൻട്രൻസിനകത്ത് കൂടെ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൽ പ്രവേശിക്കാനുള്ള സ്പേസ് അത്യാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും കോൺക്രീറ്റ് ടാറിട്ട റോഡ് ഫ്രണ്ടേജാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്. തൊട്ടടുത്തുള്ള വീടുകളെല്ലാം നമുക്ക് ആൾതാമസമുള്ള ഏരിയ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പം ചുറ്റോടും നല്ല ആൾതാമസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് കാർ പാർക്കിംഗ് ഏരിയ. ഫുള്ളി നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് വരുന്നത്. 6x4 ഡയമെൻഷൻ വരുന്ന സിറ്റ് ഔട്ടാണ് നമുക്ക് വീടിന് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം മാർബിളും അതുപോലെ തന്നെ ടൈലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഒരു 6x4 സിറ്റ് ഔട്ടാണ് വീടിന് വന്നിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കാർ പാർക്കിങ്ങിൻ്റെ മുകളിൽ മുഴുവൻ നമ്മൾ ഷീറ്റും കാര്യങ്ങളിട്ട് കവേർഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ നമുക്ക് ഈ ഒരു രീതിയിലാണ് സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി പണി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോവാം. അപ്പോൾ 3,100 സെൻറ്റ് ലാൻഡിൽ 1,225 സ്ക്വയർ ഫീറ്റിൽ പണിത 3 BHK വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എൽ ഷേപ്പ് മോഡലാണ് നമുക്ക് ഇൻറ്റീരിയർ വരുന്നത്. ഡൈനിങ് പ്ലസ് നമുക്ക് ലിവിങ് ഏരിയ ഉൾപ്പെടെ വരുന്ന ഒരു ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. 18x14 നമുക്ക് ഈ ഒരു ഡയമെൻഷൻ വരുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയ പ്ലസ് നമുക്ക് ഡൈനിങ് ഏരിയ പൊസിഷൻ വരുന്നത്. നല്ല മനോഹരമായ TV യൂണിറ്റ് ഏരിയ വുഡൻ പാറ്റേൺ രീതിയിൽ വരുന്ന TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അദ്ദേഹം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് സ്പോട്ട് ലൈറ്റ് എല്ലാം കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഒരു കിച്ചൺ വരുന്നത്. കിച്ചൺ നമുക്ക് 10x8 നമുക്ക് കിച്ചണിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ടൈൽസും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന വുഡൻ പാറ്റേൺ ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ തീവും കാര്യങ്ങളൊക്കെ വെച്ച് ഫിനിഷ് ചെയ്തിട്ടുള്ള കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു കിച്ചണാണ് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത്. 10x8 നമുക്ക് കിച്ചണിൻ്റെ ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. മുകളിൽ താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസുകളൊക്കെ നമുക്ക് ഒരുപാട് ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഏരിയ വരുന്നുണ്ട്. 8x6 ഡയമെൻഷൻ വരുന്ന വർക്ക് ഏരിയ, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് കംപ്ലീറ്റ് ആക്കി നമുക്ക് എടുത്തിട്ടുള്ളത്. സ്ലാബും കാര്യങ്ങളും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് നമുക്കിവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ. നമുക്ക് ഫ്ലോറിങ് നമുക്ക് കിച്ചണിൽ ചെയ്തതുപോലെ തന്നെയുള്ള ഒരു ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെ ലിവിങ് ഏരിയയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം.
ഈ കാണുന്നതാണ് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് വരുന്നത്. 12x10 റൂമിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഫ്ലോർ എല്ലാം തന്നെ കഥയുടെ നല്ല ക്വാളിറ്റി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിന്റെ കബോർഡ് കാര്യങ്ങളൊക്കെ വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഏരിയയിലാണ്. ഇവിടുത്തെ ഡ്രസ്സിംഗ് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ചെറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിന്റെ ഏരിയ എല്ലാം കവർ ആക്കിയിട്ടുള്ളത്. നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ പ്ലസ് ഗ്ലാസിന്റെ വർക്കാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി നമുക്ക് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന്റെ സൈഡിലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മനോഹരമാക്കി ഒരു ഡിസൈനായിട്ട് വന്നിട്ടുള്ളത്. ഈ വീട് നമുക്ക് നേരത്തെ പറയാൻ വിട്ടുപോയി. ഈ വീട് നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 3 BHK വീടാണ്. നമുക്ക് ആദ്യം പറഞ്ഞ പോലെ താഴെ നമുക്ക് ഒരു ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ് നമുക്കിവിടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ് കയറി വന്ന് നമുക്ക് ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് വാഷ് ബേസിൻ വയ്ക്കാനുള്ള ഒരു ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 16x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കരിയർ നല്ല ക്വാളിറ്റി യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പല രീതിയിലുള്ള ഒരു വാർഡ്രോബ്സ് ആണ് നമുക്ക് ഈ ഒരു റൂമിൽ ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ചെറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ഉണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിനായിട്ട് നല്ല ഗ്രിപ്പുള്ള മാറ്റ് ഫിനിഷ് ടൈൽസ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന നല്ലൊരു ബാത്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 16x15 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ റൂം. ഫ്ലോറിംഗ് നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് നോക്കുമ്പോഴത്തേക്കും AC കണക്ട് ചെയ്യാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ഈ കാണുന്നതാണ് നമുക്ക് വീടിന്റെ വാർഡ്രോബ്സ് നമുക്ക് നൽകിയിട്ടുള്ള ഏരിയ. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഗ്രിപ്പ് വരുന്ന മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ കംപ്ലീറ്റ് ആക്കി പണി ചെയ്ത് തീർത്തിട്ടുള്ള ബാത്റൂമാണ്. പിന്നെ നമുക്ക് നേരെ വീടിന്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിന്റെ ബാൽക്കണി. ബാൽക്കണി ഇങ്ങനെ ഒരു L ഷേപ്പ് മോഡലിലാണ് നമുക്ക് ബാൽക്കണി വന്നിട്ടുള്ളത്. 20x6 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് ടൈൽസ് ഒക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ്. സ്റ്റീലിന്റെ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ പാറ്റേൺ ഡിസൈൻ വരുന്ന സ്റ്റീലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ് വന്നിട്ടുള്ളത്. ടോപ്പിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ കാണുന്നത്. സൈഡിലായിട്ട് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ നമ്മൾ കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയ നമുക്കിവിടെ ഈ ഒരു ബാൽക്കണി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടെല്ലാം തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് റെസിഡൻഷ്യൽ ഏരിയ നമുക്കിവിടെ വരുന്നത്. അപ്പോൾ 100 സെന്റ് ലാൻഡിൽ 1225 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത്രയും നല്ല മനോഹരമായ വീട് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 55 ലക്ഷമാണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. ഇത്രയും റെസിഡൻഷ്യൽ ഏരിയയിൽ അല്ലെങ്കിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 250 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന ഇത്രയും മനോഹരമായ ഒരു വീട് നമുക്ക് ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 55 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സ് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണെ കൂടെ എനേബിൾ ചെയ്യുക.